ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കടച്ചക്ക തോരനാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു ഐറ്റം ഇഷ്ടമാകുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കറിയാണ്. പണ്ടൊക്കെ ഞങ്ങൾക്കിത് ഇവിടെ തന്നെ ഏതെങ്കിലുമുള്ള വീട്ടിൽ നിന്നൊക്കെ കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ കാശ് കൊടുത്ത് മേടിക്കേണ്ടത് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴായപ്പോൾ നമുക്കിതൊന്നും കിട്ടാൻ വഴിയില്ലാത്തത് കൊണ്ട് പൈസ കൊടുത്താണ് മേടിച്ചത്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോയി വന്ന വഴി റോഡ് സൈഡിലൊരു ചേട്ടൻ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാളായാലോ കഴിച്ചിട്ടെന്ന് ഓർത്തുകൊണ്ട് മേടിച്ചതാണ്. അപ്പോൾ നമുക്കിന്നത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യണ സമയത്തുണ്ടല്ലോ കുറച്ച് കയ്യിൽ വെളിച്ചെണ്ണ തേക്കുന്നതായിരിക്കും നല്ലത്. എനിക്കറിയില്ലായിരുന്നു. നമ്മൾ സാധാരണ ചക്കയൊക്കെ മുറിക്കുമ്പോഴേക്കും കയ്യിൽ എന്തെങ്കിലും ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യാറുള്ളത്. സെയിം അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ ഇതിലും. കാരണം നല്ല കറയുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് കുക്കറിലാണ്. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം കഴുകിയിട്ട് കുക്കറിലേക്ക് വാരിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെന്ത് പോകും. അപ്പോൾ ആ കുക്കറിലേക്ക് അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം മാത്രം മതി. ഇനി ഒരു വിസിൽ വരുന്നവരെ വേവിച്ച് കൊടുക്കാം. ഇന്ന് നമ്മൾ കറി ചെയ്യാൻ പോകുന്നത് ഒരു മൺചട്ടിയിലാണ്. അപ്പോൾ ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പോഴേക്കും കടുകും ഇട്ട്. കടുക് കുറച്ച് താമസം എടുത്തിട്ട് മൺചട്ടിയിലായതുകൊണ്ട് പൊട്ടാൻ കുറച്ച് താമസം എടുത്തു. അതും പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സവാളയും വേപ്പിലയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ചപ്പോഴേക്കും അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സവാള വാടാനായിട്ടുള്ള ഉപ്പ് മാത്രമേ ഞാനിതിലേക്ക് ഇട്ടിട്ടുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി കോളം കാശ്മീരി. അപ്പോൾ പൊടിയുടെ എല്ലാം പച്ചമണം മാറിയപ്പോഴേക്കും ഞാനിതിലേക്ക് നമ്മൾ ഉപ്പിൽ പറ്റിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടച്ചക്ക ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും കടച്ചക്ക അധികം വെന്തൊന്നും പോയിട്ടില്ല. കുക്കറിലാകുമ്പോഴേക്കും വെന്ത് പോകുന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ട്. പക്ഷേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ വരുത്തിച്ചാൽ ഇതേപോലത്തെ ഐറ്റംസൊക്കെ ആവശ്യത്തിന് വെന്ത് കിട്ടിക്കോളും. വെറുതെ ഇത് കുക്ക് ചെയ്ത് സമയവും കളയണ്ട. ശരിക്കും പറഞ്ഞാൽ 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കറികളൊക്കെ ഇതേപോലെ കുക്കറിലൊക്കെയാണ് വെക്കുന്നത്. വെന്തുടഞ്ഞ് പോവാറുമില്ല. നല്ല ടേസ്റ്റിയും ആയിരിക്കുള്ളൂ. പെട്ടെന്ന് കാര്യം കഴിയുന്നതുകൊണ്ട് തന്നെ ഞാൻ കുക്കറാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്താൽ മസാലയെല്ലാം ഇതിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അധികം വേപ്പിലയൊന്നും എടുത്തില്ല, കാരണം വെറുതെ കളയാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ ഇത്രയും ഗാർണിഷൊക്കെ മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുക്കറിൽ വെച്ചിട്ട് വെന്ത് പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഇതേപോലെ ഒറ്റ വിസിൽ വരുത്തിച്ചാൽ മതി. എല്ലാ സാധനങ്ങളും ആവശ്യത്തിന് വെന്തിട്ടുണ്ടാകും. ഇതേപോലത്തെ വെജിറ്റബിൾസൊക്കെ വേവിക്കാനായിട്ട് എളുപ്പം മാർഗ്ഗം ഇത് തന്നെയാണ്. എൻ്റെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.